വെള്ളത്തിൽ മുങ്ങിയ ആറന്മുള ദുരിതക്കയമായതോടെ ജനങ്ങളെ ക്യാമ്പുകളിലേക്ക് മാറ്റുകയാണ്. 2018 സമാനമായ സാഹചര്യമാണ് പലയിടത്തുമുള്ളത്. വെള്ളം കയറില്ലെന്ന് പ്രതീക്ഷ ഇടം പോലും മുങ്ങിയിട്ടുണ്ട്. ഇന്നലെ ജലനിരപ്പ് കുറച്ച് താഴ്ന്നിരുന്നു. ഇന്നലെ വൈകുന്നേരമായപ്പോൾ വലിയ ആശങ്കയ്ക്കുള്ള അടിസ്ഥാനമില്ലായിരുന്നു. പക്ഷേ ഇന്നിപ്പോൾ വലിയ പ്രതിസന്ധി തന്നെയാണ്. റാന്നിയിൽ ഒരടി വെള്ളം കുറഞ്ഞാൽ ഇവിടെ 2 അടി വെള്ളം കൂടും എന്നുള്ളതാണ് പ്രശ്നം. ഈ റോഡ് നേരെ പോകുന്നത് കാഞ്ഞിരവേലി, കരിന്താളൂർ, കുറുന്താർ ഭാഗത്തേക്കാണ്. ഇതോടെ അങ്ങോട്ട് മൊത്തം വെള്ളത്താൽ മുങ്ങിക്കിടക്കുന്ന ഭാഗങ്ങളാണ്. അവിടെ എല്ലാം വീടുകളിൽ ആൾക്കാരുണ്ട്. 2ാം നിലയിൽ കയറിയിരിക്കുകയാണ്. അവരെയെല്ലാം ആറ്റിൽ മണൽ വാരാതെ ആറ് നകന്ന് കിടക്കുവാണ്. അപ്പം ചെറിയൊരു വെള്ളപ്പൊക്കം ഉണ്ടായാലും അത് ഇതുപോലെ തന്നെ രൂക്ഷമായ ഒരു വെള്ളപ്പൊക്കമായിട്ട് മാറും. കാരണം ആറ്റ് മണ്ണ് വാരുന്നില്ല, അതുകൊണ്ട് ആറ് നകന്ന് കിടക്കുവാണ്. സ്ത്രീകളടക്കമുള്ളവർ ഈ വലിയ എത്രത്തോളം വെള്ളത്തിന്റെ ഭീകരതയുണ്ട് എന്നും നമുക്ക് വ്യക്തമാകുന്ന ദൃശ്യങ്ങളാണ്. ഒരു പൂച്ചക്കുഞ്ഞും പട്ടിയും ഒക്കെ ആയി വരുന്ന ആളുകളാണ്. ചേട്ടാ വരുന്ന ഒരു കുഞ്ഞവിടെ നിൽക്കുന്നില്ല. ആ കുട്ടിയിൽ കയറ്റ്, ഇതിൽ കയറ്, മോള് കയറ്. അല്ല, ഇപ്പോൾ ഞാൻ വന്നപ്പോൾ ഒരു അനൗൺസ്മെന്റ് കേട്ടിട്ടാ വന്നേ, ആളുകൾ മാറണം. എന്തുകൊണ്ടാ മാറാത്ത? ഇന്നലെയൊക്കെ പറഞ്ഞല്ലേ, ഒരു നില വെള്ളമായി. വെള്ളം ഉച്ചയോട് കൂടി എത്തുകയുള്ളൂ. അപ്പൊ ചിലപ്പം എല്ലാവർക്കും എത്തിപ്പെടാൻ പോലും പറ്റില്ല നിങ്ങളെ കൊണ്ടുപോകാൻ. അപ്പൊ ദൈവം നിങ്ങൾ ഇറങ്ങണം, റെഡി ആയിട്ടോ. ചേച്ചി, നമുക്കിനി അധികം താമസിക്കാൻ ഇവിടുന്ന് പോകണം കേട്ടോ. ഷിഫ്റ്റ് ചെയ്യണേ. അമ്മ ഇവിടെ ഇരിക്കുന്നു. ഈ കാല് പതിയെ എടുത്ത് നമ്മൾ അപ്പുറത്ത് വെക്കും. ഒരു 10 കുടുംബങ്ങളോളം ഉണ്ട്. ആ 10 കുടുംബങ്ങളെ മാറ്റണം. കാര്യം ഇവരെ മാറ്റാനാണ് നമുക്ക് ആദ്യത്തെ ചെയ്യേണ്ടത്. ബാക്കിയുള്ള ഇവിടെ ഉള്ളതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വെള്ളം കയറുവാണെങ്കിൽ ഇവർക്ക് പുറകെ കൂടെ അപ്പുറത്തെ റോഡിലോട്ട് കയറാനുള്ള മാർഗമുണ്ട്. പക്ഷെ അതേസമയം ഈ കരുനാളിൽ ഇത്രയും വീട്ടുകാരെ ആണ് അടിയന്തരമായിട്ട് മാറ്റേണ്ടത്. അമ്മ എന്തായാലും വള്ളത്തിൽ കയറ്റി മാറ്റുന്നത്. എന്താ മാറാത്ത? ഈ വെള്ളം ബോട്ടിനകത്ത് വരുവാ. എടി, വെള്ളം കയറുന്നു, മാറണ്ടേ? ക്യാമ്പിലേക്കെല്ലാം മാറണ്ടേ? ജീവൻ പണയം വെച്ച് വാർത്ത കണ്ട അങ്കിളാ. നീ എന്താ പോകത്തെ? 2012 വീടിന്റെ മേല് വരെയും വന്നു. അത്രയും വരില്ലാന്ന് ആത്മവിശ്വാസമായിരിക്കുമല്ലോ. കൊണ്ടുപോകായിരുന്നു. അത്രയും കേറി വെള്ളം കേറിയല്ല എന്നുള്ള ആത്മവിശ്വാസത്തിലായിരിക്കുമല്ലോ. എടി, അവിടെ പോയിരുന്ന വല്ല കുഴപ്പമുണ്ടോ? ക്യാമ്പിൽ പോയിരുന്ന പോരെ? അതിനാ അതെ, പേടിയാ. അമ്മച്ചിനെ അപ്പനെ ഒറ്റയ്ക്ക് വിടാൻ പറ്റത്തില്ല. ഇന്നലെ തൊട്ട് ഇവിടെ ഒക്കെ മൊത്തം വെള്ളം വന്നായിരുന്നു. അതുകൊണ്ട് റോഡിൽ കയറി ഞങ്ങളും കണ്ടായിരുന്നു വെള്ളം വരുന്നത്. ഇവിടെ വെള്ളം നന്നായി കയറുന്നുണ്ട് എന്നുള്ളതാണ്. ഇനിയിപ്പോൾ ഇനി വരും മണിക്കൂറുകൾ എങ്ങനെയാകും സ്ഥിതി എന്നുള്ള കാര്യം അറിയില്ല. ഇപ്പം വെള്ളം കൂടുതലായിട്ടായത് ഡാം തുറന്നു വിട്ടിട്ടുണ്ട്. അതുകൊണ്ടാണ് ഇത്രയും വെള്ളം ആയത്. ഇനി മുമ്പോട്ടുള്ള സ്ഥിതി നമുക്കറിയത്തില്ല. നമ്മൾ അങ്ങോട്ട് പോകുമ്പോൾ ഇവിടെ റോഡിൽ പ്രശ്നമില്ലായിരുന്നു. പക്ഷേ ഇപ്പോൾ ഇവിടെ വെള്ളം ഉയരുന്നു എന്നുള്ളതാണ് ഏറ്റവും വലിയ പ്രതിസന്ധിയായി നിൽക്കുന്നത്. സ്ഥിതി കുറച്ച് മെച്ചപ്പെട്ട് നിൽക്കുകയാണ്. പക്ഷേ എങ്കിൽ പോലും ആളുകളോട് വളരെ ജാഗരൂകരായിരിക്കാനും ജാഗ്രത പാലിച്ച് നിൽക്കണമെന്നും സജീവമായി എല്ലാവരും വ്യക്തമായുള്ള നിർദ്ദേശം കൊടുത്തിട്ടുണ്ട്. അത് നമുക്കിപ്പോൾ അറിയാൻ പറ്റത്തില്ല എത്ര സമയം കൊണ്ട് ഇറങ്ങുമെന്ന്. ആ മലവെള്ളം എല്ലാം കൂടി ഇങ്ങോട്ട് പാഞ്ഞ് വരുന്നുണ്ടെന്നാണ് പറഞ്ഞത്. അപ്പം ഒരു 4 മണിക്കൂറിനുള്ളിൽ ഇവിടെ വെള്ളം വന്നെത്തുമെന്നാണ് പറയുന്നത്.